UPSC നിരവധി തവണ ചോദിച്ചിട്ടുള്ള പേപ്പർ 2-ൽ നിന്നുള്ളൊരു ചോദ്യമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. PYQ-ൽ ചോദ്യം ഇതാണ്: അനുവാചകരിൽ വീരരസം ഉദ്ദീപ്തമാക്കുവാനുള്ള എഴുത്തച്ഛൻ്റെ യുദ്ധവർണ്ണനാ പാടവം ഭീഷ്മപർവത്തെ മുൻനിർത്തി വിശദമാക്കുക. ഈ ചോദ്യം 2018 UPSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അത് നോൺ കമ്പൽസറി വിഭാഗത്തിലായിരുന്നു. ആയതുകൊണ്ട് 20 മാർക്കാണ്. 4 പുറത്തിലാണ് ഉത്തരം എഴുതേണ്ടത്. ഇതേ ചോദ്യം തന്നെ UPSC 2010-ലും 2020-ലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പ്രാവശ്യം നമുക്ക് ചോദ്യം വന്നിട്ടുള്ളൊരു ഭാഗമാണ് എഴുത്തച്ഛൻ്റെ യുദ്ധവർണ്ണനാ പാടവം. അതും ഭീഷ്മപർവത്തെ അടിസ്ഥാനമാക്കിയാണ് എഴുതേണ്ടത്. അപ്പോൾ തീർച്ചയായും നമ്മൾ ഉദാഹരണ സഹിതം വേണം ഉത്തരം എഴുതാനായിട്ട്. നമുക്ക് എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടതെന്ന് നോക്കാം. എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിന് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കുക. അപ്പോൾ ഇതിനായി ആദ്യം ഏറ്റവും നല്ല രീതിയിലൊരു ആമുഖമാണ് തയ്യാറാക്കേണ്ടത്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിലെ കൃതികളിലെ ഏറ്റവും മികച്ച കൃതികളിലൊന്നായ മഹാഭാരതം കിളിപ്പാട്ടിലെ ഭീഷ്മപർവം എന്ന ഭാഗം യുദ്ധവർണ്ണനയ്ക്ക് ഏറ്റവും മികച്ചിട്ടുള്ള ഭാഗം തന്നെയാണ്. എഴുത്തച്ഛൻ്റെ യുദ്ധവർണ്ണനാ പാടവത്തിൻ്റെ മികച്ച രീതിയിലുള്ള സാധ്യതകളെ ഈ ഭാഗം മുൻനിർത്തി പരിശോധിക്കാം, അല്ലെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉത്തരത്തിലേക്ക് പോകാം. അപ്പോൾ യുദ്ധം ഇതിവൃത്തമായി വരുന്നത് കൊണ്ട് തന്നെ എഴുത്തച്ഛന് ധാരാളമായി വീരരസത്തെ ഉദ്ദീപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് വീരരസം എങ്ങനെയാണ് അനുവാചകരിൽ ഉദ്ദീപ്തമാക്കുന്നത്. ഉദ്ദീപ്തമാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളർത്തുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ വീരരസം എങ്ങനെയാണ് അനുവാചകരിൽ വളർത്താൻ എഴുത്തച്ഛന് സാധിച്ചത്? കാരണം യുദ്ധമാണ് ഇതിവൃത്തമായി ഭീഷ്മപർവത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ യുദ്ധം ഇതിവൃത്തമാകുന്നത് കൊണ്ട് തന്നെ അങ്കിയായ രസം എന്താണ്? വീരരസമാണ്. അങ്കിരസം എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട രസം. അങ്കിരസമായി വരുന്നത് വീരരസമാണ്. ആയതിനാൽ വീരരസത്തിൻ്റെ മികച്ച ദൃഷ്ടാന്തങ്ങൾ ഭീഷ്മപർവത്തിൽ നമുക്ക് കാണാൻ സാധ്യമാണ്. ഇതെല്ലാമാണ് നമ്മൾ എഴുതേണ്ടത്. യുദ്ധവിവരണം 1-ാം ദിവസത്തിൽ തന്നെ എന്ത് കാണുന്നുണ്ട്? ക്രിയാപദങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ക്രിയാപദങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്? അത് യുദ്ധം ഇതിവൃത്തമാകുമ്പോഴാണ്. അപ്പോൾ യുദ്ധം ഇതിവൃത്തമാകുമ്പോൾ ക്രിയാപദങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമായിട്ടുള്ള സ്ഥാനം കവിതകളിൽ കൊടുക്കുമ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു പ്രതീതി അനുവാചകരിലുണ്ടാകുന്നു. യുദ്ധം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ അനുവാചകരിൽ ഉണ്ടാകാനായിട്ട് ഈ ക്രിയാപദങ്ങൾ ധാരാളം ഉപയോഗിക്കുന്നത് ഉദാഹരണമാണ്. 1-ാം ദിവസത്തെ യുദ്ധത്തിൽ ഈ ഒരു ഉദാഹരണം നിങ്ങൾക്ക് കാണാം. 1-ാം ദിവസം യുദ്ധ വർണ്ണന തുടങ്ങുന്നത് തന്നെ, അതായത് യുദ്ധവിവരണം എന്ന് പറയുന്ന ഭാഗത്തിൽ 1-ാം ദിവസത്തെ യുദ്ധം തുടങ്ങുന്ന ഭാഗത്ത് നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്രിയാപദങ്ങൾ ധാരാളമുണ്ട്. ഓരോ വരിയിലും ധാരാളം ക്രിയാപദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സമുച്ചയങ്ങളുടെ ഉപയോഗക്രമം. ഇതും അത്യാവശ്യം നല്ല രീതിയിൽ എഴുത്തച്ഛൻ ഉപയോഗിച്ചിട്ടുണ്ട്. 47 വരികളിലാണ് തിരിക്കുകയും മറിക്കുകയും കൊടുക്കുകയും ചവിട്ടുകയും തൊഴിക്കുകയും എന്നിങ്ങനെ സമുച്ചയങ്ങൾ ധാരാളമായി എഴുത്തച്ഛൻ പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സമുച്ചയങ്ങൾ ഇങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നുണ്ട്. ഓരോ ക്രിയാപദങ്ങൾക്കും തുല്യ പ്രാധാന്യം കിട്ടാനായിട്ട് സാധ്യമാകുന്നുണ്ട്. യുദ്ധം കണ്ടുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളൊരു അനുഭവം നമുക്ക് കിട്ടാനായിട്ട് ക്രിയാപദം ധാരാളം വന്നത് കാരണമാകുന്നുണ്ട്. ഓരോ പ്രവൃത്തികൾക്കും തുല്യമായ പ്രാധാന്യം വരുമ്പോൾ യുദ്ധത്തിൻ്റെ വർണ്ണന ഏറ്റവും മികച്ച രീതിയിലേക്ക് അവതരിപ്പിക്കാൻ എഴുത്തച്ഛനെ കൊണ്ട് സാധിച്ചു. അതും സ്ഥൂലമായ വർണ്ണനകളാണ്. യുദ്ധം വരുന്ന സമയത്ത് എഴുത്തച്ഛൻ്റെ വർണ്ണന കൃത്യമായും സ്ഥൂലമായ വർണ്ണനയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് വീരരസം ഉദ്ദീപിപ്പിക്കുന്നതിന് വളരെയധികം സഹായിച്ചിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് നമുക്ക് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ വീരരസത്തിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ഭീഷ്മപർവത്തിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ അർജുനൻ്റെ വീരരസമുണ്ട്, ഭീമൻ്റെ വീരരസമുണ്ട്, ഘടോത്കജൻ്റെ ഉണ്ട്, പിന്നെ ഭീഷ്മരുടെ വളരെയധികമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 1-2 ഉദാഹരണം ഉത്തരത്തിൽ വയ്ക്കാനായിട്ടുള്ള വരികൾ എന്നുള്ള രീതിയിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഇത് ഭീമൻ്റെ വീരരസമാണ്. ഗിരിമുകളിൽ മഴ പൊഴിയും അതിനു സമമേതെയ്തു കിറി ശരീരം ധൃതരാഷ്ട്രപുത്രനും ദുര്യോധനൻ്റെ ശരീരത്തെ കീറിമുറിച്ചു. ഇത്രേ എങ്ങനെ ദുര്യോധനൻ്റെ ശരീരത്തെ കീറിമുറിച്ചു നോക്കൂ. ഗിരിമുകളിൽ, പർവ്വതത്തിൻ്റെ മുകളിൽ, മഴ പൊഴിയും അതിനു സമം, മഴ പെയ്യുന്ന രീതിയിൽ അതിനു തുല്യമായി
എയ്തെയ്തു കീറി ശരീരം ധൃതരാഷ്ട്രപുത്രനും. ഇങ്ങനെ ദുര്യോധനനെ അത്രത്തോളം മുറിവേൽപ്പിക്കുന്നത് ആരാണ്? ഭീമനാണ്. അപ്പോൾ ഭീമൻ വരുന്ന നിരവധി സമയങ്ങളിലെല്ലാം നമുക്ക് വീരരസം കൃത്യമായും പാഠഭാഗത്ത് ദൃശ്യമാണ്. അതുപോലെ ഭീഷ്മരുടെ വീരരസമാണ് ഏറ്റവും കൂടുതൽ നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഭീഷ്മരുടെ വീരരസത്തിന് ഉദാഹരണമായിട്ടുള്ള 2 ഭാഗങ്ങളാണിതെല്ലാം. അമരവര തനയനെയും അമരവര സഹജനെയും അമ്പിനാൽ മൂടിനാൻ വൻപനാം ഭീഷ്മരും. അമരവര തനയൻ അർജുനനെയും അമരവര സഹജനെയും ശ്രീകൃഷ്ണനെയും അമ്പുകൊണ്ട് മൂടിക്കളഞ്ഞു വൻപനാം ഭീഷ്മർ, വീരനായ ഭീഷ്മർ അങ്ങനെ ചെയ്തു അത്രേ. അപ്പോൾ ഇവിടെ അമ്പുകൊണ്ട് മൂടിക്കളയുന്ന രീതിയിൽ അത്രയ്ക്ക് മികച്ച രീതിയിലുള്ള യുദ്ധരചനാ രീതിയാണ് ഭീഷ്മരിൽ കാണുന്നത്. മറ്റൊരു ഉദാഹരണം നോക്കാം. അയുധ നരകരിതുരകരധികളെയൊടുക്കിനാൻ അനുദിനമണഞ്ഞു പോർ ചെയ്തു ദേവവ്രതൻ. ആയുധം പതിനായിരക്കണക്കിന് നരന്മാർ, മനുഷ്യന്മാർ, കരി, ആനകൾ, തുരകങ്ങൾ, കുതിരകൾ, രഥികൾ, രഥങ്ങൾ, ഇങ്ങനെ എല്ലാറ്റിനെയും ഒടുക്കിക്കളഞ്ഞു എന്ന്. 10,000 മനുഷ്യരെയും ആനകളെയും കുതിരകളെയും രഥങ്ങളെയും എല്ലാറ്റിനെയും നശിപ്പിച്ച് കളയുന്ന രീതിയിൽ അനുദിനം പിറ്റേ ദിവസം പോർ ചെയ്തു, യുദ്ധം ചെയ്തു. ആരാണ്? ദേവവ്രതൻ. ആര്? ഭീഷ്മർ. അപ്പോൾ ഭീഷ്മർ ഇപ്രകാരം ഇത്രയും വീരരസത്തിലാണ് യുദ്ധം ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ വരികൾ നിങ്ങൾക്ക് വീരരസം ധാരാളമായി കാണിക്കാൻ പര്യാപ്തമായ രീതിയിലുള്ള വരികൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഭാഗങ്ങൾ ഭീഷ്മപർവത്തിൽ കാണാം എന്നുള്ളതിന് ഉദാഹരണം കൊടുക്കാം. ഇനി എന്താണ് വീരരസ ഉദ്ദീപനത്തിനായി എഴുത്തച്ഛൻ ചെയ്തത്? വീരരസത്തിന് അനുയോജ്യമായ അർത്ഥാലങ്കാരങ്ങളാണ് എടുത്തത്. അതായത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അർത്ഥാലങ്കാരങ്ങൾ, വളരെ അധികമായി കുത്തി നിറക്കുന്ന അർത്ഥാലങ്കാരങ്ങൾ നമുക്ക് ഭീഷ്മപർവത്തിലില്ല, അതായത് മണിപ്രവാള കൃതികളെ പോലെ. പക്ഷേ യുദ്ധം ഇതിവൃത്തമായതുകൊണ്ട് അതിന് ഏറ്റവും മികച്ച രീതിയിലുള്ള അർത്ഥാലങ്കാരങ്ങളുടെ മനോഹാരിത ഭീഷ്മപർവത്തിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നിറഞ്ഞ മേഘങ്ങളിൽ നിന്നും മഴ പൊഴിയുന്ന രീതിയിലേക്ക് അമ്പുകൾ പെയ്യുക എന്ന് പറയുക, അല്ലേ? അതുപോലെ അമ്പെയ്യുന്നു എന്ന് പറയുന്ന ഭാഗത്ത് കടലും തമ്മിലുള്ള യുദ്ധം പോലെ യുദ്ധം ചെയ്യുക, മലകളും തമ്മിലുള്ള യുദ്ധം പോലെ യുദ്ധം ചെയ്യുക, ഇങ്ങനെയെല്ലാം പറയുന്ന ഭാഗങ്ങളിലൊക്കെ ഉപമ പോലെയുള്ള അർത്ഥാലങ്കാരങ്ങൾ കാണുന്നുണ്ട്. അവിടെയെല്ലാം തന്നെ ഈ യുദ്ധത്തെ വേറെ ഏതെങ്കിലും യുദ്ധത്തോട്, അതുപോലെ സുരന്മാരുടെ യുദ്ധം പോലെയാണ് എന്ന് പറയുന്നുണ്ട്, അല്ലേ? രാമൻ്റെയും ദശമുഖൻ്റെയും, അതായത് രാവണൻ്റെയും രാവണ യുദ്ധം പോലെയായിരുന്നു ഭീഷ്മരുടെയും അർജുനൻ്റെയും യുദ്ധം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിരവധി ഇപ്രകാരമുള്ള ഉപമാലങ്കാരങ്ങൾ, വളരെ ലളിതമായിട്ടുള്ള അർത്ഥാലങ്കാരങ്ങൾ ഭീഷ്മപർവത്തിലുണ്ട്. ഇത് യുദ്ധത്തെ കൂടുതൽ അനുവാചകർക്ക് ആസ്വദിക്കാനും വീരരസം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവവേദ്യമാകുന്ന ആസ്വാദന തലം എവിടെയാണ് ഈ ഭാഗം വരുന്നത്? 10ാമത്തെ ദിവസം യുദ്ധത്തിലാണ്. അപ്പോൾ 10ാം ദിവസം യുദ്ധത്തിലാണ് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കാൻ സാധിക്കുന്ന യുദ്ധം കാണുന്നു, യുദ്ധത്തിൻ്റെ ശബ്ദങ്ങൾ കേൾക്കുന്നു, അവിടെ വരുന്ന രക്തങ്ങളും അതുപോലെ തന്നെ ശവങ്ങളും എല്ലാം ഭക്ഷിക്കാനായിട്ട് പ്രേതഭൂത പിശാചുക്കളെല്ലാം കൂടി വരുന്നു. അവർ രക്തം കുടിക്കുന്നു, പക്ഷികൾ രക്തം കുടിക്കുന്ന കാര്യം, രക്തത്തിൻ്റെ പുഴകൾ ഒഴുകുന്നതിനെക്കുറിച്ചും ഇങ്ങനെ പലതരത്തിലുള്ള വർണ്ണനാകാവ്യ ഭാഗങ്ങൾ 10ാം ദിവസത്തെ യുദ്ധത്തിൽ എഴുത്തച്ഛൻ വർണ്ണിച്ചിട്ടുണ്ട്. മികച്ച രീതിയിലുള്ള യുദ്ധവർണ്ണനയാണ് 10ാം ദിവസത്തിൽ കാണുന്നത്. അവിടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ കൊടിക്കൂറകൾ കാറ്റടിക്കുന്നതും അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ ആ ഭാഗത്തു നിന്ന് ഉദാഹരണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അനുവാചകർക്ക് കുറേ കൂടി വീരരസം ഉദ്ദീപിപ്പിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഉദാഹരണങ്ങളാണെന്നുള്ളത് കൊടുക്കാം. ഇനി നമുക്ക് ഇപ്പോൾ വീരരസത്തെക്കുറിച്ച് തന്നെ ചോദിച്ചു വിചാരിക്കൂ. വീരരസത്തിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് എഴുതണം. കാവ്യഭാഗം കിട്ടിയില്ലെങ്കിൽ കൂടി 3ാം ദിവസവും 9ാം ദിവസവും ഓർത്താൽ മതി. കൃഷ്ണൻ ശപഥം തെറ്റിക്കുന്ന ദിവസങ്ങൾ, ആ ശപഥം തെറ്റിക്കുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ അർജുനൻ്റെ വീരരസവും കാണാൻ സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം ഭീഷ്മരുടെ വീരരസം കുറേ കൂടി മികച്ച രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അതിന് ഉദാഹരണമായിട്ട് കൊടുക്കാം. ഇനി അവസാനമായി കളകാഞ്ചി വൃത്തത്തിൻ്റെ സവിശേഷത കൂടി ഉൾപ്പെടുത്തുക. ഈ വീരരസം ഇതേപോലെ നമുക്ക് അനുഭവവേദ്യമാകുന്നത് ഈ കാവ്യഭാഷയുടെ ചടുലതയല്ലേ? ഈ ചടുലത നമുക്ക് എങ്ങനെ സാധ്യമാക്കുന്നു? അതിന് ഏറ്റവും സഹായകമാകുന്നത്
ഭീഷ്മപർവത്തിലെ കളകാഞ്ചി വൃത്തമാണ്. നോക്കൂ, ആദ്യ വരികളിലൊക്കെ നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കുന്നത് ഹ്രസ്വ അക്ഷരങ്ങളാണ്. കണ്ടില്ലേ? ഗിരി, മുകളിൽ, മഴ പൊഴിയും. കണ്ടോ? അതിന് വളരെ ഹ്രസ്വമായ അക്ഷരങ്ങളാണ്, ദീർഘാക്ഷരങ്ങളില്ല. ഏറ്റവും അവസാനം വരിക, രണ്ടാമത്തെ വരിയില്ല പിന്നെ ദീർഘാക്ഷരം വരിക. അപ്പോൾ ഹ്രസ്വമായ അക്ഷരങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം കവിതയിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ കൂടുതൽ ചടുലമാകാനായിട്ട് സാധിക്കുന്നു. പിന്നെ ക്രിയാപദങ്ങൾ വരുന്നു, അല്ലേ? അപ്പോൾ ഇതെല്ലാം ചേർന്ന് കഴിയുമ്പോൾ വൃത്തത്തിൻ്റെ സാധ്യതയും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ യുദ്ധം ഇതിവൃത്തമായൊരു കഥയെ വിശേഷമായ രീതിയിൽ വീരരസത്തിനെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് അനുവാചകരിലേക്ക് എത്തിക്കാൻ എഴുത്തച്ഛന് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടത്രേ എഴുത്തച്ഛൻ യുദ്ധം കണ്ടും കൊണ്ട് നിന്ന ഗന്ധർവനെങ്ങാനും ശാപം പറ്റി ഭൂമിയിൽ വന്നതാണോ എന്ന് നിരൂപകർ വിശ്വസിക്കുന്നത്. കാരണം അത്രയ്ക്ക് തന്മയിത്തത്തോടു കൂടിയിട്ടാണ് എഴുത്തച്ഛൻ്റെ യുദ്ധവർണ്ണന.